ഏവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പാർട്ട് 3 ഓഫ് KSR ആണ് എടുക്കുന്നത്. അതായത് പെൻഷൻ റൂൾസാണ്. അതിൽ കമ്മ്യൂട്ടേഷൻ റൂൾസ് പ്രത്യേകമായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാമിലി പെൻഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശം പെൻഷനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും. ഏതായാലും ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി അപ്പോൾ തെളിയുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഓരോ സബ്ജക്റ്റും ഇപ്പോൾ KSR, KFC, KTC അതെല്ലാം ഓരോ പ്ലേലിസ്റ്റിലാണ് ഇട്ടിരിക്കുന്നതെന്ന് അറിയുക. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് അതിൻ്റെ ക്രമത്തിൽ നിങ്ങൾക്കത് ലഭ്യമാകും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പരീക്ഷ അടുത്തിരിക്കുന്നു. മുഴുവനായിട്ട് ഇത് നോക്കുക. നിങ്ങൾ പലരും സംശയം ചോദിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ വീഡിയോസ് കണ്ടിട്ടാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആ വീഡിയോയിലുണ്ടാവും. അതുകൊണ്ട് വീഡിയോ കൃത്യമായി കാണുക. പിന്നെ ഡീപ്പറായിട്ടുള്ള വിഷയങ്ങളിൽ സംശയം ചോദിക്കുക. സംശയം ചോദിക്കുന്നതിനെതിരായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ പലരും അപ്പോൾ ഇനി സാറിനോടൊക്കെ ചോദിച്ചാൽ മതിയല്ലോ എന്നുള്ള അർത്ഥത്തിൽ സംശയം ചോദിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ സോറി. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൻഡിക്സ് 10 ഓഫ് പാർട്ട് 3 KSR പെൻഷൻ. അതിൽ പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂൾസാണ് പറയുന്നത്. അപ്പൻഡിക്സ് 10 ആണെന്ന് ഓർക്കുക. ഓൺ വിച്ച് ഡേറ്റ് ഹാസ് പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂൾസ് കം ഇൻ ടു ഫോഴ്സ്? ഇത് എന്നാണ് അത് പ്രായോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ്. അതൊരു ചോദ്യം എപ്പോഴും PSC അക്കൗണ്ടൻസിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു ചോദ്യം. റൂൾ 1B പറയുന്നത് ദ പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂൾസ് ഷാൽ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് ഓൺ 1 നവംബർ 1959. 1959 നവംബർ 1-ാം തീയതിയാണ് ഈ റൂള് നിലവിൽ വന്നത്. ഇതിന് ഇറ്റ് ഹാസ് ഗോട്ട് 4 പാർട്സ്. അതായത് പാർട്ട് A, പാർട്ട് B, പാർട്ട് C ആൻഡ് പാർട്ട് D. അത് ഓരോ പാർട്ടിലും എന്തൊക്കെ ഡീൽ ചെയ്യുന്നു എന്ന് ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും പാർട്ടുണ്ടെന്നും മനസ്സിലാക്കുക. ദെൻ വാട്ട് ഈസ് മെൻ ബൈ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ? ഹൗ ക്യാൻ എ പെൻഷനർ ക്ലെയിം കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ? എന്താണ് ശരിക്കും കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? എങ്ങനെയാണ് കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതെന്നാണ്. കമ്മ്യൂട്ടേഷൻ മീൻസ് ദി എൻറ്റൈറ്റിൽമെൻറ്റ് ഓഫ് ആൻ ഓഫീസർ ടു കൺവെർട്ട് ഓർ എക്സ്ചേഞ്ച് എ പോർഷൻ ഓഫ് ദി പെൻഷൻ ഗ്രാൻറ്റഡ് ടു ഹിം ഫോർ ലംപ് പേയ്മെൻറ്റ്. അത് റൂൾ 3 പാർട്ട് 3 റൂൾ 3 അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള പെൻഷൻ എമൗണ്ടിൻ്റെ ഒരു ഭാഗം മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് അത് തുകയായി കൈപ്പറ്റാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത് ഗവൺമെൻറ്റിൻ്റെ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം നിങ്ങൾക്കൊരു 10-12 വർഷത്തേക്ക് തരുന്ന പെൻഷൻ്റെ ഒരു ഭാഗം അത് കമ്മ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് സമാഹരിച്ച് നിങ്ങളെ ഏൽപ്പിക്കുന്ന പ്രക്രിയയാണ് ശരിക്കും കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത്. ആ പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോർഷൻ തിരിച്ച് നൽകുകയും ചെയ്യും. അപ്പോൾ നോക്കണം, വാട്ട് എ സബ്ലൈം ഐഡിയ ഓഫ് ഗവൺമെൻറ് ഇറ്റ് വാസ്. സോ അതാണ് അപ്പോൾ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത്. ആൻ എംപ്ലോയി ക്യാൻ ക്ലെയിം കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ബൈ അപ്ലൈയിങ് ടു ദി പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി. അതായത് നിങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ഒന്നുമല്ല. നിശ്ചയമായിട്ട് നിങ്ങൾ കമ്മ്യൂട്ട് ചെയ്യണം എന്ന് നിയമമൊന്നുമില്ല. നിങ്ങൾ ഇതിലേതാണോ ബെനിഫിഷ്യൽ
അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്യാം. അങ്ങനെ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത പീരീഡുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ഇതിൽ സ്ലൈഡിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പീരീഡിന് മുമ്പ് നിങ്ങൾ പെൻഷൻ ഓതറൈസിങ് അതോറിറ്റിയെ നിങ്ങൾ സമീപിക്കേണ്ടതാണ്. അടുത്തത്, വാട്ട് ഈസ് ദ മാക്സിമം പോർഷൻ ഓഫ് പെൻഷൻ ദാറ്റ് ക്യാൻ ബി കമ്മ്യൂട്ടഡ്. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പെൻഷൻ്റെ ഒരു ഭാഗം മുൻകൂറായി ഇത്ര വർഷത്തേക്ക് ലഭിക്കുമായിരുന്ന പെൻഷൻ നിങ്ങൾക്ക് മുൻകൂറായി തരുന്ന ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞു. അതിലെ മാക്സിമം എത്രയാണ് നിങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുക? റൂൾ 3 വിവരിക്കുന്നത്, ആൻ എംപ്ലോയി ക്യാൻ കമ്മ്യൂട്ട് അപ് ടു 40% ഓഫ് ദി ബേസിക് പെൻഷൻ. അതായത് ബേസിക് പെൻഷൻ്റെ നിങ്ങൾക്ക് ഓതറൈസ് ചെയ്യപ്പെടുന്ന പെൻഷൻ്റെ 40% നിങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആൻഡ് ദിസ് റേറ്റ് ഈസ് ആപ്ലിക്കബിൾ വിത്ത് ഇഫക്റ്റ് ഫ്രം 1/3/2006. അത് മാർച്ച് 1, 2006 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. നോ മിനിമം ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ഫോർ കമ്മ്യൂട്ടേഷൻ. എന്നാൽ അതിന് മിനിമം ഒരു ലിമിറ്റ് ഇല്ല. മാക്സിമം എന്ന് പറയുന്നത് 40% ഓഫ് ദി ബേസിക് പെൻഷനുമാണ്. Then, for example, if the basic pension of employee is 5,750 and he can commute up to 2,300, that is 40% of the pension authorized. അയാൾക്ക് കിട്ടിയ പെൻഷൻ്റെ 40% അയാൾക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും. Then, what is the period of restoration of commutation of pension? ഇങ്ങനെ കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തിരികെ ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞു. ആ 40% നമുക്ക് ഒരു കാലയളവ് കഴിയുമ്പോൾ, നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ പെൻഷൻ വീണ്ടും കിട്ടിത്തുടങ്ങും. അതെന്നാണെന്നാണ് ചോദ്യം. ദെൻ റൂൾ 6A1, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ. ദി പീരീഡ് ഓഫ് റെസ്റ്റോറേഷൻ ഓഫ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഈസ് 12 years വിത്ത് ഇഫക്റ്റ് ഫ്രം 1/7/1988. 1/7/1988 മുതൽ നിങ്ങൾക്ക് ഈ കമ്മ്യൂട്ടഡ് പോർഷൻ തിരിച്ച് കിട്ടുന്നത് എത്ര കാലം കഴിഞ്ഞാണെന്നാണ്. അത് 12 years കഴിഞ്ഞാൽ നോർമലി പെൻഷനർ ക്യാൻ റെസ്റ്റോർ ഹിസ് ഫുൾ പെൻഷൻ. ദ കമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ ഷാൽ ബി റെസ്റ്റോർഡ് ഫ്രം ദി ഫസ്റ്റ് ഓഫ് ദി മന്ത് ഫോളോയിങ് ദ മന്ത് ഇൻ വിച്ച് എ പീരീഡ് ഓഫ് 12 years ഇലാപ്സസ് ഫ്രം ദ ഡേറ്റ് ഓഫ് കമ്മ്യൂട്ടേഷൻ. നിങ്ങൾ എന്നാണോ കമ്മ്യൂട്ട് ചെയ്തത് അവിടെ നിന്നും 12 വർഷം തികയുന്ന ഡേറ്റ് കഴിഞ്ഞ് അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഈ പെൻഷൻ റെസ്റ്റോർ ചെയ്ത് ലഭിക്കുന്നതാണ്. ദെൻ ഇഫ് ദി റിട്ടയർമെൻറ്റ് വാസ് അറ്റ് ദി ഏജ് ഓഫ് 55 ആൻഡ് ദിസ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് പീപ്പിൾ ഹൂസ് റിട്ടയർമെൻറ്റ് ഏജ് ഈസ് 55. 55 വയസ്സായവർക്ക് പൂർത്തിയായി റിട്ടയർ ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെക്കാണ് ഈ നിയമം ബാധകം. ആൻഡ് ഇൻ അതർ കേസസ് ദ ടേം ഫോർ റെസ്റ്റോറേഷൻ ഈസ് ഡിറ്റർമിൻഡ് in accordance with the commutation factor given in the commutation table. അപ്പോൾ അടുത്ത ഒരു സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂട്ടേഷൻ ഫാക്ടർ കാണിക്കുന്നുണ്ട്. ആ ടേബിൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ മറ്റ് കേസുകളിൽ 55 വയസ്സ് പൂർത്തിയാകാത്ത അല്ലാത്ത കേസുകളിൽ ദ ടേം ഓഫ് റെസ്റ്റോർ ചെയ്യുന്ന കാലയളവ് എത്രയാണ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ. ആ കമ്മ്യൂട്ടേഷൻ ഫാക്ടറിനെ ആശ്രയിച്ചായിരിക്കും ഈ 12 വർഷം എന്നുള്ളത് 10 വർഷമോ 12 വർഷമോ 13 വർഷം എന്നൊക്കെ നിശ്ചയിക്കുക. അപ്പോൾ അത് നമുക്ക് സബ്സിക്വൻ്റായിട്ട് കാണാം. അടുത്ത, ക്യാൻ എ പെൻഷനർ കമ്മ്യൂട്ട് ഹിസ് പെൻഷൻ ഫോർ എ സെക്കൻഡ് ടൈം ആഫ്റ്റർ ഹിസ് ഫസ്റ്റ് കമ്മ്യൂട്ടേഷൻ ഹാസ് ബീൻ റെസ്റ്റോർഡ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം. അപ്പോൾ ഒരു 12 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ പെൻഷൻ വീണ്ടും കിട്ടും, ഇനിയും അതിനെ നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന ഒരു ആഗ്രഹം മനസ്സിൽ തോന്നാം. പക്ഷേ അത് സഫലമാകുന്ന ആഗ്രഹമല്ല. യു ആർ നോട്ട് എലിജിബിൾ ടു കമ്മ്യൂട്ട് ഫോർ എ സെക്കൻഡ് ടൈം. രണ്ടാമതൊരു തവണ അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ടു കമ്മ്യൂട്ട് അഗെയിൻ. ഒരു തവണ ഒരു പെൻഷനർക്ക് കമ്മ്യൂട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്നർത്ഥം. ആൻഡ് റൂൾ 6A(2) പറയുന്ന നോ പെൻഷനർ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു കമ്മ്യൂട്ട് ഹിസ് പെൻഷൻ അഗെയിൻ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ കമ്മ്യൂട്ടഡ് പോർഷൻ ഹാസ് ബീൻ റെസ്റ്റോർഡ് ടു ഹിം. അത് മുഴുക്ക ഇപ്പോൾ എനിക്ക് ഫുൾ പെൻഷൻ ആണല്ലോ, വീണ്ടും എനിക്കത് കമ്മ്യൂട്ട് ചെയ്തുകൂടെ എന്ന ഒരു മോഹം വരാം. പക്ഷേ അത്
അസ്ഥാനത്താണ്. അങ്ങനെ ഒരു സംഭവമില്ല എന്നർത്ഥം. ദെൻ ഹൗ ഈസ് ദ ലംസം പേയബിൾ ഓൺ കമ്മ്യൂട്ടേഷൻ കാൽക്കുലേറ്റഡ്? ഇനി എങ്ങനെയാണ് കമ്മ്യൂട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അതൊരു വലിയ തുകയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് അതിൻ്റെ കാൽക്കുലേഷനാണ്. എങ്ങനെ? റൂൾ 6, ദി ലംസം പേയബിൾ ഓൺ കമ്മ്യൂട്ടേഷൻ ഷാൽ ബി കാൽക്കുലേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എ ടേബിൾ ഓർ ടേബിൾസ് പ്രസൻറ്റ് വാല്യൂസ് വിച്ച് ഷാൽ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ഗവൺമെൻറ്. അതൊരു ടേബിള് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ ആധാരമാക്കിയിട്ടാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ആൻഡ് ഇറ്റ് ഈസ് റൗണ്ടഡ് ഓഫ് ടു ദി നെക്സ്റ്റ് ഹയസ്റ്റ് റുപ്പി. റൗണ്ടിങ് ഉണ്ട്, അതും മനസ്സിലാക്കണം, വിശേഷിച്ചും പരീക്ഷയ്ക്കൊക്കെ വളരെ പ്രസക്തമാണ്. ആൻഡ് ഇറ്റ് ഈസ് റൗണ്ടഡ് ടു ദി ഹയസ്റ്റ് റുപ്പി. മുകളിലെ തുകയിലേക്കാണത് റൗണ്ട് ചെയ്യുന്നതെന്നർത്ഥം. ദെൻ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ? അപ്പോൾ എന്താണ് അതിൻ്റെ ഫോർമുല? എന്തടിസ്ഥാനത്തിലാണ് കമ്മ്യൂട്ടേഷൻ ചെയ്യുന്നതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നാണ്. ദി ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഈസ്, വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? കമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ, അതായത് പെൻഷൻ്റെ 40% നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ആ തുക കണ്ടുപിടിക്കുക. ദാറ്റ് ഇൻ ടു കമ്മ്യൂട്ടഡ് വാല്യൂ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഗിവൺ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. അതിനെ കമ്മ്യൂട്ടഡ് വാല്യൂ തരും, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് ദാറ്റ് ഇൻ ടു 12 മന്ത്സ് എന്നുള്ള അർത്ഥത്തിലാണ്. ഈ കിട്ടുന്ന തുകയാണ് നിങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുക. അടുത്തത് ഞാനിപ്പോൾ പറഞ്ഞ കമ്മ്യൂട്ടേഷൻ ടേബിൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് വളരെ ശ്രദ്ധയോടെ ഇവിടെ ഏജ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ 21 മുതൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാവുന്നതാണ്. ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ഇപ്പോൾ ലാസ്റ്റ് ബട്ട് ഓൺ കോളം നോക്കൂ. ഏജ് ആസ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ 55, അല്ലെങ്കിൽ 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നവരുടെ ഏജ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുന്നത് 56 ആണ്. അവരുടെ കമ്മ്യൂട്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് 11.42 ആണ്. അതല്ല 56 ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നത്. അവരുടെ ഏജ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുന്നത് 57 ആണ്. അവരുടെ കമ്മ്യൂട്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് 11.10 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡിലേക്ക് ഞാൻ ഒന്നുകൂടെ പോകുന്നു. കാൽക്കുലേഷൻ എങ്ങനെയാണ്? കമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ, അതായത് 40% കമ്മ്യൂട്ട് ചെയ്യാം, അങ്ങനെ കണ്ടുപിടിച്ച തുക ഗുണം ഇതിൽ പറയുന്ന ഇപ്പോൾ ഈ കമ്മ്യൂട്ടേഷൻ വാല്യൂ, അതായത് 55 വയസ്സ് തികഞ്ഞ് റിട്ടയർ ചെയ്യുന്ന ഒരാളിൻ്റെ കമ്മ്യൂട്ടേഷൻ വാല്യൂ നോക്കൂ, 56 11.42. അത് വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂട്ടേഷൻ പോർഷൻ ഓഫ് പെൻഷൻ ഇൻറ്റു കമ്മ്യൂട്ടഡ് വാല്യൂ അറ്റ് ദി ഏജ് ഓഫ് 56 ആൻഡ് ഇൻറ്റു 12, ഇങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കണക്ക് നമുക്ക് പിന്നെ മനസ്സിലാവും. ഏതായാലും ഈ കമ്മ്യൂട്ടേഷൻ ടേബിൾ നിങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് 55, 56, 57 നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. മറ്റേത് വോളണ്ടറി റിട്ടയർമെൻറ്റോ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് അതും പ്രസക്തമാണ്. അതുകൊണ്ട് ഈ ടേബിൾ നിങ്ങൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കമ്മ്യൂട്ടേഷൻ എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്നും ആരാണ് എലിജിബിൾ എന്നും റെസ്റ്റോറേഷൻ പീരീഡ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻ എംപ്ലോയി റിട്ടയർഡ് ഓൺ സൂപ്പർ ആനുവേഷൻ അറ്റ് ദി ഏജ് ഓഫ് 56 ആൻഡ് കമ്മ്യൂട്ടഡ് 40% ഓഫ് ഹിസ് ബേസിക് പെൻഷൻ ഓഫ് റുപ്പീസ് 5,750. ഹൗ മച്ച് വിൽ ഹി റിസീവ്ഡ് ആസ് ലംസം എമൗണ്ട് ആഫ്റ്റർ കമ്മ്യൂട്ടേഷൻ? അപ്പോൾ ഈ ഡേറ്റ വെച്ചും കൊണ്ട് അദ്ദേഹത്തിന് കമ്മ്യൂട്ടേഷൻ എമൗണ്ടായിട്ട് എത്ര രൂപ കിട്ടും എന്നാണ് ചോദ്യം. നമുക്ക് സാവകാശം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ലെറ്റസ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഹിസ് ഏജ് ആസ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ. അയാൾ റിട്ടയർ ചെയ്ത് 56-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് നാച്ചുറലി അയാളുടെ ഏജ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ വിൽ ബി 57. സോ ഹിസ് ഏജ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ ഈസ് 57. ദെൻ അപ്പോൾ ഏജ് കണ്ടുപിടിച്ചു. That means the commutation value for the age of 57 according to the commutation table is 11.10. നമ്മൾ തൊട്ട് മുൻപ് കണ്ട ടേബിൾ നോക്കിയാൽ അറിയാം 57 വയസ്സുള്ളവരുടെ കമ്മ്യൂട്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് 11.10 ആണ്. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഏജ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ ഏതാണെന്ന് നിർണ്ണയിക്കുന്നത്. Then the amount of pension that he has commuted is rupees 2,300. ആ 2,300 എങ്ങനെ വന്നു? അയാളുടെ ബേസിക് പെൻഷൻ എന്ന് പറയുന്നത് 5,750 ആയിരുന്നു. അതിൻ്റെ 40% കമ്മ്യൂട്ട് ചെയ്യാൻ അയാൾക്ക് അർഹതയുള്ളത്.
അതുകൊണ്ട് 40% ഓഫ് 5,750 ഈസ് 2,300. അപ്പോൾ കമ്മ്യൂട്ടഡ് പോർഷൻ നമുക്ക് കിട്ടി. ഇനി എങ്ങനെയാണ് കാൽക്കുലേഷൻ? 2,300 കമ്മ്യൂട്ട് ചെയ്യാൻ അർഹതയുള്ള തുക ഇൻറ്റു കമ്മ്യൂട്ടേഷൻ വാല്യൂ 57 വയസ്സിന് 11.10 ഇൻറ്റു 12. ദാറ്റ് മീൻസ് ഹീ ഈസ് എലിജിബിൾ ഫോർ 3,06,360 rupees. ഇതാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന കമ്മ്യൂട്ടേഷൻ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ യു മേ നോട്ട് ബി ഹാവിങ് എനി ഡൗട്ട് ഓൺ ദാറ്റ്സ് ഇറ്റ്. അടുത്ത കമ്മ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ്. ഈസ് മെഡിക്കൽ എക്സാമിനേഷൻ നെസസറി ഫോർ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ? ഇൻ വാട്ട് ഓൾ കേസസ് മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് നോട്ട് നെസസറി? അതായത് മെഡിക്കൽ ചെക്കപ്പിൻ്റെ ആവശ്യമുണ്ടോ, മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംശയം എല്ലാവർക്കും ഉള്ളതാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ, എന്താണ് അതിൻ്റെ നിയമം, അതിൻ്റെ ചട്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. റൂൾ 5A ഇത് വിശദീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ എക്സാമിനേഷൻ ഷാൽ നോട്ട് ബി നെസസറി ഫോർ കമ്മ്യൂട്ടേഷൻ ഇഫ് ദി ആപ്ലിക്കേഷൻ ഇൻ ദ ഫോളോയിങ് കേസസ് ഈസ് മെയ്ഡ് വിത്തിൻ 1 year ഓഫ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. അയാളുടെ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് 1 വർഷത്തിനകമാണ് കമ്മ്യൂട്ടേഷന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ യു നീഡ് നോട്ട് സബ്മിറ്റ് എനി മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അങ്ങനെയുള്ള കേസുകളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏതൊക്കെ കേസിലാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബോർഡിൽ പോകണം, മെഡിക്കൽ ബോർഡിൽ പോകണം എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാതെ വരുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ ഒന്നൊന്നായിട്ട് ഇവിടെ പരിശോധിക്കുന്നത്. ഒന്ന്, റിട്ടയർമെൻറ്റ് ഓൺ സൂപ്പർ ആനുവേഷൻ. അപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ്, സാധാരണ രീതിയിൽ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് 1 വർഷത്തിനകം അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ദെൻ റിട്ടയർമെൻറ്റ് അണ്ടർ റൂൾ 56 ഓഫ് പാർട്ട് 3 KSR. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും റൂൾ 56 എന്താണ്? ഇറ്റ് ഈസ് വോളണ്ടറി റിട്ടയർമെൻറ്റ്. ആ വോളണ്ടറി റിട്ടയർമെൻറ്റ് നടത്തുന്നവർക്കും ഇതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട. ദെൻ തേർഡ് കാറ്റഗറി ഈസ് എംപ്ലോയീസ് ഹു ആർ ഗ്രാൻറ്റഡ് പെൻഷൻ ഓൺ അബ്സോർപ്ഷൻ അണ്ടർ എ കോർപ്പറേഷൻ, കമ്പനി ഓർ ബോഡി ആൻഡ് ഇലക്ട്സ് ടു റിസീവ് മന്ത്ലി പെൻഷൻ ആൻഡ് DCRG. അതുപോലെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസിൽ നിന്ന് നല്ല എഫിഷ്യൻ്റൊക്കെ ആയിട്ടുള്ളവർ മറ്റ് കോർപ്പറേഷനിലേക്കോ ബോഡിയിലേക്കോ ഒക്കെ അവരെ അബ്സോർബ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ കേസിൽ ഇവിടെ അവർക്ക് റിട്ടയർമെൻറ്റ് വാങ്ങിപ്പോകാം. അങ്ങനെ വാങ്ങിപ്പോകുന്നവർക്കും 1 വർഷത്തിനകം അവർ ഈ കമ്മ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ദെൻ ഫോർത്ത് കേസ് ഈസ് കോമ്പൻസേഷൻ പെൻഷൻ അണ്ടർ റൂൾ 33 ഓഫ് പാർട്ട് 3 KSR. റൂൾ 33 ആണ് കോമ്പൻസേഷൻ പെൻഷൻ. കോമ്പൻസേഷൻ പെൻഷൻ വാങ്ങുന്നവർക്കും ഇതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം ഈസ് ദ കേസ് വിത്ത് ആൻറ്റിസിപ്പേറ്ററി പെൻഷൻ ആസ് വെൽ ആസ് പ്രൊവിഷണൽ പെൻഷൻ. ആൻറ്റിസിപ്പേറ്ററി പെൻഷനും പ്രൊവിഷണൽ പെൻഷനും ലഭിക്കുന്നവർക്കും ഇതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എവിടെയാണ്, പക്ഷേ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതെവിടെയാണ്, ആർക്കാണത് ബാധകം എന്നുകൂടി നോക്കാം. അത് കേസസ് വെയർ മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് കമ്പൽസറി ആർ ഇൻ വിച്ച് കേസസ്? ആപ്ലിക്കേഷൻ ആഫ്റ്റർ 1 year ഓഫ് റിട്ടയർമെൻറ്റ്. ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹീ ഹാസ് ടു പ്രൊഡ്യൂസ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അതുപോലെ ഇൻവാലിഡ് പെൻഷൻ കിട്ടുന്നവർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, സുഖമില്ലാത്തത് കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖമൊക്കെ ഉള്ളവർക്കായിരിക്കും. അവരുടെ കേസിൽ നിശ്ചയമായിട്ടും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. കാരണം അവരുടെ ലൈഫ് എത്ര കാലം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംശയമുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കേസിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. ദെൻ ഡിസ്മിസൽ ഓർ റിമൂവൽ ഫ്രം സർവീസ് ആൻഡ് ഇൻ റെസീറ്റ് ഓഫ് കോമ്പാഷനേറ്റ് അലവൻസ്. ഇപ്പോൾ ഒരാളിനെ ഡിസ്മിസ് ചെയ്യുന്നു സർവീസിൽ നിന്ന്, അല്ലെങ്കിൽ അയാളെ ടെർമിനേറ്റ് ചെയ്യുന്നു, അങ്ങനെ വരുന്ന കേസിൽ ഗവൺമെൻറ് അവർക്ക് കോമ്പാഷനേറ്റ് അലവൻസ് കൊടുക്കാറുണ്ട്. അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയിട്ട് ഒരു മിനിമം തുക ഗവൺമെൻറ് കൊടുക്കുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, കോമ്പാഷനേറ്റ് അലവൻസ്. അങ്ങനെയുള്ളവരുടെ കേസിലും
ഈ ഡിസ്മിസലൊക്കെ ആയിട്ട് സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നവർക്കും ഈ മെഡിക്കൽ എക്സാമിനേഷനും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അപ്പോൾ ഈ 3 കാറ്റഗറിക്കാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം. ദെൻ വെൻ ഡസ് എ കമ്മ്യൂട്ടേഷൻ ബിക്കം അബ്സല്യൂട്ട്? അപ്പോൾ നമ്മൾ കമ്മ്യൂട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അത് പൂർണ്ണമായും അതിനൊരു തീരുമാനമാകുന്നത് കമ്മ്യൂട്ടേഷന് അർഹത നേടുന്ന സന്ദർഭം ഏതാണെന്നാണ്. അത് റൂൾ 5(2) പറയുന്നു, കമ്മ്യൂട്ടേഷൻ ബിക്കംസ് അബ്സല്യൂട്ട് when the title of an officer to receive that portion of the pension which has been commuted shall cease and the title to receive the commuted value of pension in lump sum shall accrue simultaneously. ഇപ്പോൾ അയാളുടെ അർഹത വിലയിരുത്തിയിട്ട് അയാൾക്ക് സാങ്ഷനും കിട്ടുന്ന സമയത്ത് ദി പ്രോസസ് ഈസ് അബ്സല്യൂട്ട്. ഉദാഹരണത്തിന് വാട്ട് ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് കമ്മ്യൂട്ടേഷൻ ഷാൽ ബിക്കം അബ്സല്യൂട്ട്? കമ്മ്യൂട്ടേഷൻ അബ്സല്യൂട്ട് ആകുന്ന സമയം ഏതാണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. റൂൾ 5 ഓഫ് പാർട്ട് സി പറയുന്നത് ദ കമ്മ്യൂട്ടേഷൻ ഷാൽ ബിക്കം അബ്സല്യൂട്ട് ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ദി അതോറിറ്റി കോമ്പീറ്റൻറ്റ് അക്കോർഡ്സ് സാങ്ഷൻ ഫോർ ദ കമ്മ്യൂട്ടേഷൻ. ഇപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേഷൻ അപ്ലൈ ചെയ്തു, അതിൻ്റെ വിവിധ വശങ്ങളൊക്കെ പരിശോധിച്ചു, നിങ്ങൾക്ക് കമ്മ്യൂട്ടേഷൻ സാങ്ഷൻ കിട്ടുന്നു. ദാറ്റ് സാങ്ഷൻ ഡേറ്റ് ഈസ് ദ ഡേറ്റ് ഓഫ് അബ്സല്യൂട്ട് കമ്മ്യൂട്ടേഷന് അർഹത നേടി എന്നർത്ഥം, അല്ലെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് അബ്സല്യൂട്ട് ആൻഡ് ദ വേരിയസ് ഡേറ്റ്സ് ആർ. അപ്പോൾ സാങ്ഷൻ കിട്ടുന്ന ദിവസമാണ് ശരിക്കും ഇതിൻ്റെ കമ്മ്യൂട്ടേഷൻ ബിക്കംസ് അബ്സല്യൂട്ട് എന്ന് പറയാൻ കഴിയുന്നത്. ഇത് എക്സാമിനേഷനൊക്കെ അക്കൗണ്ട് ടെസ്റ്റിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂട്ടേഷൻ അബ്സല്യൂട്ട് ആവുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. കാരണം അബ്സല്യൂട്ട് ആവുന്ന ഡേറ്റ് എന്നാണ്, അത് വളരെ പ്രസക്തമാണ്. കാരണം ആ പ്രോസസ്സ് അബ്സല്യൂട്ട് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യു കനോട്ട് റിവേഴ്സ് ദ പ്രോസസ്സ്. എനിക്കിനി കമ്മ്യൂട്ടേഷൻ വേണ്ട എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. അതാണ് ദാറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് ഡിസിഷൻ ഓഫ് ദി പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി. അത് വളരെ പ്രസക്തമാണ്. എപ്പോഴാണ് അത് അബ്സല്യൂട്ട് ആവുന്നത്? ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു, പിന്നീട് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് തോട്ടിൽ യു തിങ്ക് ദാറ്റ് യു നീഡ് നോട്ട് കമ്മ്യൂട്ട്, അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ചെയ്യാൻ പറ്റും. പക്ഷേ വൺസ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട് ദെൻ ദർ ഈസ് നോ സ്കോപ്പ് ഫോർ എനി റിവേർഷൻ ഓർ റിവിഷൻ. അത് പിന്നെ മാറ്റാൻ പറ്റില്ല എന്നർത്ഥം. ആ ഡേറ്റുകളൊക്കെ വളരെ പ്രസക്തമാണ്. നമുക്ക് നോക്കാം. ഒന്ന്, ഇഫ് ദി ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് ഓൺ ഓർ ബിഫോർ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. നിങ്ങൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ പെൻഷൻ ആപ്ലിക്കേഷനൊക്കെ പ്രോസസ്സ് ചെയ്യാനൊക്കെ തുടങ്ങുന്നതൊക്കെ അറിയാം. അക്കൗണ്ടൻറ്റ് ജനറൽ തന്നെ സർക്കുലർ അയച്ചിട്ടുണ്ട്. 1 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ പ്രോസസ്സൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇഫ് ദി ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് ഓൺ ഓർ ബിഫോർ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓൺ ദ ഡേറ്റ് ഫോളോയിങ് ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, അതായത് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ അത് അബ്സല്യൂട്ട് ആവുകയാണ് ആപ്ലിക്കേഷൻ കൊടുത്താൽ. ദെൻ ഇഫ് ദി ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ബട്ട് ബിഫോർ ദി എക്സ്പയറി ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ബൈ ദി പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി ഓർ ദി അക്കൗണ്ടൻറ്റ് ജനറൽ. രണ്ടാമത് ഇത് അബ്സല്യൂട്ട് ആവുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഇഫ് ദി ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് ആഫ്റ്റർ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ബട്ട് ബിഫോർ ദി എക്സ്പയറി ഓഫ് 1 year, എന്നാൽ 1 വർഷത്തിന് മുൻപാണ്. എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് ധരിക്കുക. ദെൻ ഇറ്റ് ഈസ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ബൈ ദ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി. നിങ്ങൾ എന്നാണോ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് മുമ്പിൽ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ജനറലിന് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഡേറ്റ് മുതൽ അതിനെ ഇറ്റ് വിൽ ബി ഡീംഡ് ആസ് അബ്സല്യൂട്ട്. ദെൻ റൂൾ 5(2) ഓഫ് പാർട്ട് എ ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ദ മെഡിക്കൽ ബോർഡ് സൈൻസ് ദ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പം നിങ്ങളെ ഒരു മെഡിക്കൽ ബോർഡിന് 2-3 സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്ന, മെഡിക്കൽ എക്സാമിനേഷൻ വേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള കേസിൽ ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ദ മെഡിക്കൽ ബോർഡ് സൈൻസ് ദ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആ മെഡിക്കൽ ബോർഡ് സൈൻ ചെയ്യുന്ന, സർട്ടിഫൈ ചെയ്യുന്ന ദിവസമാണ് അത് അബ്സല്യൂട്ട് ആവുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ 3 സന്ദർഭങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂൾസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഓൺ മെഡിക്കൽ എക്സാമിനേഷൻ ഗിവൺ. ഇനി ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്? ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ബോർഡിന് മുമ്പിൽ ഹാജരാകണമെങ്കിൽ ആരാണ്, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്.
അത് നമുക്ക് വളരെ വി കനോട്ട് ഡിസ്കസ് ഇറ്റ് അറ്റ് ലെങ്ത് ഓൺ ദിസ് വീഡിയോ. അതിന് പകരം നിങ്ങൾക്ക് അതങ്ങനെ ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് റെഫറൻസ് മാത്രം മതി. അതുകൊണ്ട് ഐ വിൽ ഗീവ് യു ദി റെഫറൻസ്. പാർട്ട് ബി ഓഫ് പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ റൂൾസ് എടുത്ത് നോക്കിയാൽ ഈ ഇതിനെ സംബന്ധിച്ച പ്രൊസീജിയർ നിങ്ങൾക്ക് വ്യക്തമായി അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇൻ വിച്ച് പാർട്ട് ഓഫ് പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂൾസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ കമ്മ്യൂട്ടേഷൻ പെൻഷൻ വിത്തൗട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഗിവൺ. മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ തന്നെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്ന റൂളിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത് എവിടെയാണ്? ദാറ്റ് ഈസ് എ പാർട്ട് സി ഓഫ് പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂൾസ്. അത് നിങ്ങൾ റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ഫോംസ് റിക്വയർഡ് ഫോർ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ. ഈ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ അവിടെ ഏതൊക്കെ ഫോംസാണ് റെലവൻറ്റ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫോം എ ഉണ്ട്. അത് അതിൻ്റെ പർപ്പസ് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ കമ്മ്യൂട്ടേഷൻ വെയർ മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് നെസസറി. മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമായി വരുന്ന കേസുകളിലാണ് ഫോം എ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അതോറിറ്റി എവിടെയാണ് അത് പറയുന്നതെന്നാണ് റൂൾ 1 പാർട്ട് ബി ഓഫ് പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂൾസ്. അത് റെഫർ ചെയ്താൽ നിങ്ങൾക്കറിയാം. കമ്മ്യൂട്ടേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമായി വരുന്ന കേസുകളിൽ ഈ ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ അതോറിറ്റിയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫോം ബി എന്തിനെ സൂചിപ്പിക്കുന്നു? സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദി സർട്ടിഫിക്കറ്റ് ബൈ AO which is to be transmitted to the applicant in cases where medical examination is necessary. മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമാണ് എന്ന് ആ കൺസേൺഡ് പാർട്ടിയെ അറിയിക്കുന്നതിനുള്ള ഫോമാണ് ഫോം ബി. റൂൾ 5 പാർട്ട് ബിയിലാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലെ ഫോം സി ടു ബി ഫിൽഡ് ഇൻ ബൈ ദി ആപ്ലിക്കൻറ്റ് ബിഫോർ മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഹാൻഡഡ് ഓവർ ടു ദി മെഡിക്കൽ അതോറിറ്റി. മെഡിക്കൽ എക്സാമിനേഷന് പോവുകയാണെങ്കിൽ ഫോം സി പൂരിപ്പിക്കുകയും അത് മെഡിക്കൽ അതോറിറ്റിക്ക് കൈമാറുകയും വേണം. അത് റൂൾ 5 പാർട്ട് ബിയിലാണ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് ഫോം ഡി ആണ്. ആപ്ലിക്കേഷൻ ഫോർ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഇൻ കേസസ് വെയർ മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് നോട്ട് നെസസറി. മെഡിക്കൽ എക്സാമിനേഷൻ വേണ്ട എന്നുള്ള കേസുകളിലാണെങ്കിൽ ഫോം ഡി ആണ് പൂരിപ്പിക്കേണ്ടത്. അത് റൂൾ 1 പാർട്ട് സിയിൽ പറയുന്നത് പോലെ ആവണം. അടുത്തത് ഫോം ഇ. ആപ്ലിക്കേഷൻ ഫോർ റെസ്റ്റോറേഷൻ ഓഫ് ദി കമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ to be submitted by the pensioner directly to the accountant general. ഇനി നിങ്ങളുടെ ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റെസ്റ്റോർ ചെയ്ത് കിട്ടുകയാണ് ഫുൾ പെൻഷൻ. ആ സന്ദർഭത്തിൽ അക്കൗണ്ടൻറ്റ് ജനറൽ സബ്മിറ്റ് ചെയ്യേണ്ട ഫോമാണ് ഫോം ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോംസും ആ ഓരോ റൂളുകളും ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മെഡിക്കൽ ബോർഡിന് മുൻപിൽ ഹാജരാകണമെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടിവരും എന്നൊക്കെ പറയുന്ന കേസുകളിൽ ആരെങ്കിലും ചില ഫാക്ട്സൊക്കെ സപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നതായിരിക്കും. അതിൻ്റെ പ്രൊവിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൂൾ 5(3) ഓഫ് പാർട്ട് എയിൽ പറയുന്നത്, if the applicant makes any statement found to be false or willfully suppresses any material fact during medical examination. അതായത് വൈദ്യപരിശോധന നടക്കുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണ ഡോക്ടർക്ക് നൽകുകയോ ഒക്കെ ചെയ്താൽ the sanctioning authority may cancel the sanction at any time before payment is actually made, and if it is subsequently diagnosed by the doctor, അത് ഡോക്ടർ അത് ഡയഗ്നൈസും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സാങ്ഷനിങ് അതോറിറ്റി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സച്ച് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സപ്രഷൻ മേ ബി ട്രീറ്റഡ് ആസ് എ ഗ്രേവ് മിസ്കോണ്ടക്ട് ഫോർ ദ പർപ്പസ് ഓഫ് റൂൾ 2 പാർട്ട് 3 KSR, ആൻഡ് ഗവൺമെൻറ് ഈസ് എംപവേർഡ് ടു വിത്ത്ഹോൾഡ് ഓർ വിത്ഡ്രോ പെൻഷൻ പെർമനൻ്റ്ലി ഓർ ഫോർ സ്പെസിഫൈഡ് പീരീഡ്. വളരെ സിവിയർ പണിഷ്മെൻറ്റാണ്, വലിയ ശിക്ഷയാണ് ഇതിന് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ പെൻഷൻ തന്നെ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക് അത് തടഞ്ഞു വയ്ക്കാനോ ഇത് ഇടയാക്കും എന്നുകൂടി ഓർക്കുക. ദെൻ ഹൗ ഈസ് ദി കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ കാൽക്കുലേറ്റഡ് ഓൺ കൺക്ലൂഷൻ ഓഫ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. ഇപ്പോൾ നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായിരുന്നു, ആൻഡ് ഇറ്റ് വാസ് സബ്ജക്റ്റ് ടു ജുഡീഷ്യൽ റിവ്യൂ. അത് കോടതിയിലായിരുന്നു. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ
എന്താണ് പ്രൊസീജിയർ എന്നാണ്. നോട്ട് 5 റൂൾ 5A ഓഫ് പാർട്ട് എ പറയുന്നത്, ഇഫ് ദർ ഈസ് നോ പണിഷ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു, നിങ്ങൾക്ക് യാതൊരു ശിക്ഷയും ലഭിക്കുന്നില്ല, നിങ്ങൾ വെറുതെ കുറ്റാരോപിതൻ മാത്രമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നിയമത്തിന് മുമ്പിൽ, ആ സാഹചര്യത്തിൽ ദ കാൽക്കുലേഷൻ ഷാൽ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കമ്മ്യൂട്ടേഷൻ ഫാക്ടർ അറ്റ് ദ ടൈം ഓഫ് ദി ഒറിജിനൽ ആപ്ലിക്കേഷൻ. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ആ ഡേറ്റിന് വെച്ച് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂട്ടേഷൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ അതിന് അർഹതയുണ്ടായിരിക്കും എന്നറിയുക. ആൻഡ് ഇഫ് ദർ ഈസ് പണിഷ്മെൻറ്റ് on the basis of the commutation factor on the age next birthday subsequent to the date of awarding the punishment. Suppose on the other hand you are punished, നിങ്ങൾക്ക് ഒരു ജുഡീഷ്യറി നിങ്ങൾക്കൊരു ശിക്ഷ വിധിക്കുന്നു എങ്കിൽ ആ വിധിക്കുന്ന ഡേറ്റ് മുതലായിരിക്കും നിങ്ങൾക്ക് ഈ കമ്മ്യൂട്ടേഷൻ ലഭിക്കുക എന്നർത്ഥം. അടുത്ത PSC ഇതുമായിട്ട് കമ്മ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് KSRൽ കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്രസക്തമായിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഇൻ ദ കേസ് ഓഫ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ ഇഫ് ദി ആപ്ലിക്കേഷൻ ഫോർ കമ്മ്യൂട്ടേഷൻ ഈസ് നോട്ട് മെയ്ഡ് വിത്തിൻ. അതായത് മെഡിക്കൽ എക്സാമിനേഷൻ്റെ ആവശ്യമില്ല, ഒരു സാധാരണ രീതിയിൽ റിട്ടയർ ചെയ്ത ഒരാളിന് മെഡിക്കൽ എക്സാമിനേഷൻ്റെ ആവശ്യമില്ലാതെ തന്നെ ലഭിക്കുന്ന കാലയളവ് ഏതാണ്? ദാറ്റ് ഈസ് 1 year. നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് റൂൾ 5A പറയുന്നത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പെൻഷനർ കമ്മ്യൂട്ടഡ് എ പോർഷൻ ഓഫ് ഹിസ് പെൻഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ റിട്ടയർമെൻറ്റ് അറ്റ് 63 years of age. അയാൾ റിട്ടയർ ചെയ്തിട്ട് 63 years of ageലാണ് അയാൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കമ്മ്യൂട്ടേഷൻ എങ്കിൽ ദ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ ബി 8.82. ആ ടേബിളിൽ നിങ്ങൾക്ക് കാണാം 61 വയസ്സായവരുടെ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 8.82 ആണ്. അങ്ങനെയാണ് അയാൾ കമ്മ്യൂട്ട് ചെയ്തത്. കമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ വിൽ ബി റെസ്റ്റോർഡ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് -years. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ അയാൾക്ക് കമ്മ്യൂട്ടേഷൻ ഫുൾ പെൻഷൻ കിട്ടുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്നാണ്. അതിന് ഞാൻ പറഞ്ഞു, അതിലേറ്റവും പ്രധാനം ഈ കമ്മ്യൂട്ടേഷൻ വാല്യൂ ആണ്. ഇവിടെ അയാളുടെ നമ്മൾ അന്ന് എടുത്തത് 8.82 ആണ്. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ഇയറായിട്ട് എടുക്കണം, 9 years. അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അയാൾക്ക് റെസ്റ്റോറേഷൻ അനുവദനീയമായിട്ടുള്ളത് 9 വർഷം കഴിഞ്ഞിട്ടാണ് എന്നർത്ഥം. സോ ദാറ്റ് ഈസ് റൂൾ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ദ കമ്മ്യൂട്ടഡ് പോർഷൻ ഓഫ് പെൻഷൻ ഷാൽ ബി റെസ്റ്റോർഡ് ഫ്രം ദ ഫസ്റ്റ് ഓഫ് ദ മന്ത് ഫോളോയിങ് ദ മന്ത് ഇൻ വിച്ച് a period of 12 years elapses from the date of commutation if the retirement was at the age of, അതായത് 12 years കഴിഞ്ഞിട്ട് അയാൾക്ക് റെസ്റ്റോറേഷൻ ഓഫ് കമ്മ്യൂട്ടേഷൻ കിട്ടുന്ന വർഷം എത്രയാണെന്നാണ്. അത് 12 years, ആ ഏജ് ഏതാണെന്നാണ്. 12 years കഴിഞ്ഞിട്ട് റെസ്റ്റോറേഷൻ കിട്ടുന്ന ഏജ് എന്ന് റിട്ടയർ ചെയ്യുന്ന ആളിനെന്നാണ്. അത് 55 years ആണ്. 55 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്യുന്ന ആളിനാണ് 12 years. പക്ഷേ ഇവിടെ ഇൻസിഡൻ്റലി 56 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്ന ആളിനും 12 വർഷം തന്നെയാണ്. കാരണം കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 11 point ആണ്. അതിനെയാണ് നമ്മൾ റൗണ്ട് ചെയ്ത് 12 years ആക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4, ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ആൻ ഓഫീസർ ഹൂ റിട്ടയർഡ് ഓൺ സൂപ്പർ ആനുവേഷൻ അറ്റ് ദി ഏജ് ഓഫ് 56 years ഈസ് 15/4/1956. അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് എൻട്രി ഇൻ സർവീസ് ഈസ് 15/3/1984 ആണ് അയാൾ സർവീസിൽ കയറിയത്. ബേസിക് പേ ഫ്രം 1/7/2011 ഈസ് 37,040. ഇഫ് ഹി അപ്ലൈസ് ഫോർ കമ്മ്യൂട്ടേഷൻ ഓഫ് maximum amount of pension, what amount will he get towards commuted value of pension if the commutation factor is 11.10? അപ്പോൾ ഈ ഡേറ്റയിൽ നിന്ന് അയാൾക്ക് എത്രയാണ് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുക, ലംസമായിട്ട് അയാൾക്ക് കൈപ്പറ്റാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് ദി ഓഫീസർ ഈസ് 30/4/2012. Basic pay of the officer for the last 10 months 37,040 rupees. That is average emoluments എന്ന് പറയുന്നത് 37,040 rupees ആണ്. Then full pension with reference to the
ബേസിക് പേ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? അതിൻ്റെ 50% ആണ് അയാൾക്ക് ഫുൾ പെൻഷൻ കിട്ടുക. അതായത് 37,040 ഗുണം 50/100 ദാറ്റ് ഈസ് 18,520. ക്വാളിഫയിങ് സർവീസ് എന്ന് പറയുന്നത് 28 ഇയേഴ്സേ ഉള്ളൂ. കാരണം 30/4/2012 ആണ് അയാൾ റിട്ടയർ ചെയ്യുന്നത്. സർവീസ് കയറിയത് 15/3/1984. സോ ഹി ഹാസ് പുട്ട് ഇൻ ക്വാളിഫയിങ് സർവീസ് ഫോർ 28 ഇയേഴ്സ്. ഇനി പെൻഷൻ ഫോർ 28 ഇയേഴ്സ് ഓഫ് ക്വാളിഫയിങ് സർവീസ്, അയാളുടെ ഫുൾ പെൻഷനാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് 28 വർഷത്തെ സർവീസേ ഉള്ളൂ, ക്വാളിഫയിങ് സർവീസേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ആനുപാതികമായി അയാൾക്ക് ലഭിക്കുന്ന ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് 18,520 ഇൻറ്റു 28/30 ദാറ്റ് മീൻസ് 17,285 ആണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പെൻഷൻ. ദെൻ പോർഷൻ ഓഫ് പെൻഷൻ കമ്മ്യൂട്ടഡ്, അതുകൊണ്ട് അയാളുടെ പെൻഷൻ എന്ന് പറയുന്നത് 17,285 ആണ്. അതിൻ്റെ 40% ആണ് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുക. ദാറ്റ് മീൻസ് 40% ഓഫ് 17,285 ഈസ് വർക്ക്ഡ് ഔട്ട് ആസ് 6,914. അതാണ് അയാൾക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പെൻഷൻ്റെ പോർഷൻ. ദെൻ ഏജ് ആസ് ഓൺ നെക്സ്റ്റ് ബർത്ത്ഡേ 57, അയാൾ 56 വയസ്സ് തികഞ്ഞപ്പോഴാണ് റിട്ടയർ ചെയ്തതെന്ന് പറഞ്ഞു. ദെൻ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എന്താണ്? നമ്മൾ ആ ടേബിളിൽ നിന്ന് മനസ്സിലാവും, 11.10 ആണ്. സോ ദി ഫൈനൽ കാൽക്കുലേഷൻ ഈസ് ലംസം എമൗണ്ട് ഹി ഗെറ്റ്സ് ആഫ്റ്റർ കമ്മ്യൂട്ടേഷൻ ഈസ് 6,914 ഇൻറ്റു 11.10 കമ്മ്യൂട്ടേഷൻ വാല്യൂ ഇൻറ്റു 12. ദാറ്റ് ഈസ് 9,20,944.8. 9,20,944.8. ഇനി അവിടെ എങ്ങനെയാണ് റൗണ്ട് ചെയ്യുക? ടു ദി ഹയസ്റ്റ് റുപ്പിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് ലംസം എമൗണ്ട് എന്ന് പറയുന്നത് 9,20,945. ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഓരോ ക്ലൂവും മനസ്സിലാക്കി വയ്ക്കുക. ഇത് നമ്മൾ ക്വാളിഫയിങ് സർവീസൊക്കെ കണക്കാക്കുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഓർഡർ വന്നു, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. ലീപ്പ് ഇയർ ഒന്നും ഇവിടെ എടുത്തിട്ടില്ല. കാരണം ഒന്നാമത് ഇത് അക്കൗണ്ട് ടെസ്റ്റിൻ്റെ PSC ചോദിച്ച ചോദ്യമാണ് ഒരിക്കൽ കൂടി ഇട്ടിരിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ലീപ്പ് ഇയറിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. സോ ദി ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വിൽ ബി ദ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ ഓഫ് എ ഗവൺമെൻറ് എംപ്ലോയി who retired on 30/4/2012 drawing rupees 31,360 from 1/7/2011 and having a qualifying service of 21 years, commutation factor being 11.10. അപ്പോൾ ഈ ഡേറ്റയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത്? ഹിയർ ദ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദി ഓഫീസർ ഈസ് നോട്ട് ഗിവൺ ആൻഡ് ബട്ട് ഹിസ് ക്വാളിഫയിങ് സർവീസ് ഈസ് ഗിവൺ. അത് നേരെ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദി ഏജ് ഓഫ് ദി ഓഫീസർ ഓൺ സൂപ്പർ ആനുവേഷൻ ഈസ് ഓൾസോ നോട്ട് ഗിവൺ, അതും തന്നിട്ടില്ല. ബട്ട് കമ്മ്യൂട്ടേഷൻ ഫാക്ടർ ഈസ് ഗിവൺ, അതിന് പകരം കമ്മ്യൂട്ടേഷൻ ഫാക്ടർ തന്നിട്ടുണ്ട്. ഓൾസോ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഹി കമ്മ്യൂട്ട്സ് ദ മാക്സിമം പോർഷൻ ഓഫ് ദി പെൻഷൻ ദാറ്റ് ഈസ് 40%. അത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ലഭിക്കാൻ നോക്കാം. സോ ഏജ് ഓഫ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് 30/4/2012 ആഫ്റ്റർനൂൺ. Then his qualifying service is 21 years. Then average emoluments എന്ന് പറയുന്നത് 31,360 തന്നെയാണ്. കാരണം 1/7/2011 മുതൽ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ദാറ്റ് ഈസ് 31,006 ആണ്, അതായത് 10 മാസം. അപ്പോൾ ആവറേജ് ഇമോളുമെൻറ്റ്സ് പറയുന്നത് 31,360. ദെൻ ഫുൾ പെൻഷൻ ആസ് പെർ ബേസിക് പേ, അയാൾക്ക് കിട്ടുന്ന ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് 30 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് 31,360 ഇൻറ്റു 50% ദാറ്റ് ഈസ് 15,680. ബട്ട് ഹിയർ ഹി ഹാഡ് ഓൺലി 21 ഇയേഴ്സ് സർവീസ്. അതുകൊണ്ട് അയാളുടെ എലിജിബിൾ ആയിട്ടുള്ള പെൻഷൻ എന്ന് പറയുന്നത് 15,680 ഇൻറ്റു 21 ഇയേഴ്സ് ക്വാളിഫയിങ് സർവീസ് ഡിവൈഡഡ് ബൈ മാക്സിമം പെൻഷൻ എലിജിബിലിറ്റി ആയിട്ടുള്ള ക്വാളിഫയിങ് സർവീസ് 30. ദാറ്റ് മീൻസ് 10,976. സോ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ ഈസ് 11.10. സോ എമൗണ്ട് ഓഫ് പെൻഷൻ കമ്മ്യൂട്ടഡ്, അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എലിജിബിൾ ആയിട്ടുള്ള തുകയെന്ന് പറയുന്നത്
10,976 ഇൻറ്റു 40/100 അതിൻ്റെ 40% ആണ്. അത് 4390.4 ആണ്. ആൻഡ് ഇറ്റ് ഈസ് റൗണ്ടഡ് ടു 4390 ലേക്ക് അത് റൗണ്ട് ചെയ്യുക. ഇനി കമ്മ്യൂട്ടേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 4390 ഇൻറ്റു 11.10 ഇൻറ്റു 12 ദാറ്റ് ഈസ് ഈക്വൽ ടു ₹5,84,748. ഇതാണ് അദ്ദേഹത്തിന് എലിജിബിളായിട്ടുള്ള കമ്മ്യൂട്ടേഷൻ ലംസം അദ്ദേഹം റിസീവ് ചെയ്യുന്നതെന്ന് അർത്ഥം. ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ കമ്മ്യൂട്ടേഷൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനെല്ലാം അക്കൗണ്ടൻസിന് കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത് നമ്മൾ ഫാമിലി പെൻഷനിലേക്ക് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇനിയും കുറേ വിഷയങ്ങളുണ്ട്. പരീക്ഷ അടുത്ത് വരുന്നു. എല്ലാവരും സശ്രദ്ധം ഇത് വീക്ഷിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം.